ഇന്ന് നമുക്ക് സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ചുവന്ന മുളക്, അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇഞ്ചി വെളുത്തുള്ളി, അതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ മല്ലി, പച്ചമല്ലിയാണ് കേട്ടോ, പിന്നെ തക്കോലം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആദ്യം ഒരു ചട്ടി വെക്കുക, അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, പച്ചമല്ലി, ആ സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡ് കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്ത് മിക്സിയിലേക്ക് മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് നമ്മൾ സവാള ഇടുക, 2 പച്ചമുളകും കൂടെ കീറിയിടുക, വഴറ്റുക. പിന്നെ ഈ പൊടികളൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കാൻ നേരത്ത് ആ പൊടികളൊക്കെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതേപടി തന്നെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഈ മസാലയുടെ കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, ശരിക്കും നല്ല വെണ്ണ പോലെ അരഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ സവാളയ്ക്കകത്തേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ അത് വഴറ്റി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചു കേട്ടോ, കാരണം ഇതിന് ചൂടുവെള്ളം ആവശ്യമാണ്. നന്നായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ തോലൊക്കെ പൊളിച്ചു, 3 മുട്ടയുണ്ടായിരുന്നു, മുട്ടയുടെ തോലൊക്കെ പൊളിച്ച് വെച്ചു. അതിനിടയ്ക്ക് ഉണ്ണി എന്നെ സഹായിക്കുന്നുണ്ട്, പാത്രമൊക്കെ എടുത്ത് വെച്ച്. അവസാനം സവാള വഴന്ന് വന്നപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ആ അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. അങ്ങനെ ഇളക്കി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറുക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചു. ആ കുറുക്കി വന്നപ്പോഴേക്കും വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ആ ചൂടുവെള്ളം ഒഴിച്ചത് ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. നല്ല കുറുക്ക് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുട്ടക്കറി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറും ഇത് കറിയും ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കേട്ടോ. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ചോറിൻ്റെ കൂടെ മുട്ടക്കറിയും അച്ചാറും ആയിരുന്നു കേട്ടോ. നല്ല കറിയായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നേരത്തെ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നേരമൊക്കെ ചേട്ടായിക്കും ഉണ്ണിക്കും ഒക്കെ ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ, ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ ഇതിൻ്റെ കൂടെ നെയ്യ് ചേർക്കണത് കൊണ്ട് കേട്ടോ. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് പിടിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാ ഓയിൽ ചേർത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ച് ചേട്ടായിനെ കാണിച്ചിട്ടാണ് കേട്ടോ ചോറുണ്ടത്. ചേട്ടായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നൊക്കെ. ലാസ്റ്റ് ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.